ഹലോ സ്റ്റുഡൻസ്, +2 കോമേഴ്സിലെ നമ്മുടെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. പബ്ലിക് എക്സാമിനേഷനൊക്കെ തിയറി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 20 മാർക്കും അതുപോലെ പ്രാക്ടിക്കൽ 40 മാർക്സ് സ്കോർ ചെയ്യുന്ന നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്, ഒരു ഏരിയ തന്നെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പൊ ഇതിനകത്ത് ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം ഈ വരുന്ന ഓണം എക്സാമിനേഷന് നമുക്ക് തീർച്ചയായും 2 ചാപ്റ്റർ പഠിക്കാണ്ട്, അത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അതിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് ഓഗസ്റ്റ് മന്ത് വരെ എന്താണോ പഠിക്കേണ്ടത്, ആ ഓഗസ്റ്റ് മന്ത് വരെ പഠിക്കേണ്ട 2 ചാപ്റ്റർ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. നമുക്കൊരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് മാർക്കിംഗ് പാറ്റേൺ അതുപോലെ തന്നെ സബ്ജക്ട് ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 6 ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ട്. ഈ 6 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്, അതായത് ഓവർവ്യൂവും അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റും ആണ്. ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്ന വെയിറ്റേജ് തന്നെ 8 മാർക്സിനാണ്. അപ്പോൾ 20 മാർക്സ് വരുന്ന പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ഒരു പേപ്പറിന്റെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ പ്രധാനപ്പെട്ട 8 മാർക്കിന്റെ ഭാഗം തന്നെ നമ്മുടെ ഓണം എക്സാമിനേഷന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ സമയത്ത് തന്നെ ഓഗസ്റ്റിന്റെ ഉള്ളിൽ തന്നെ ഈ 2 ചാപ്റ്റേഴ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അതുപോലെ നല്ല ഭംഗിയായിട്ട് ഈ വരുന്ന ഓണം എക്സാമിനേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് നിങ്ങൾ പ്രസന്റ് ചെയ്യുകയും വേണം. ഇറ്റ് ഈസ് കമ്പൽസറി. എങ്ങനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ പഠിച്ചു തുടങ്ങേണ്ടത്? ഒരുപക്ഷെ ചില സ്കൂളിലൊക്കെ അതിന്റെ നോട്ട്സുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ചില സ്കൂളുകൾ പ്രിന്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, ചില സ്കൂൾ കമ്പ്യൂട്ടറൈസിന് തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായും നമ്മളത് പഠിച്ചു തുടങ്ങിയതിനെ വേണം. തീർച്ചയായും പല കുട്ടികളും അറിയാത്തത് ഇതിന് കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പലപ്പോഴും കമ്പ്യൂട്ടറൈസ് ചെയ്യുന്ന കുട്ടികൾ ടെക്സ്റ്റ് ബുക്കുകൾ അത്ര ഫോളോ ചെയ്യാറില്ല. അവർ പ്രിന്റ് ഔട്ടുകളും ചില ചെറിയ ഷോർട്ട് നോട്ടുകളും പഠിച്ച് വെച്ചുകൊണ്ടാണ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമുക്കൊരു കൃത്യമായ ഒരു സിലബസും കൃത്യമായ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. ആ ടെക്സ്റ്റ് ബുക്ക് PDF എങ്കിലും അറ്റ്ലീസ്റ്റ് കുട്ടികൾ നോക്കണം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് പറയുന്ന വലിയ നല്ല കളേർഡ് ആയിട്ടുള്ള അടിപൊളി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടാനുണ്ട്. സോ കമ്പ്യൂട്ടറൈസിന് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസിന് നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു അടിപൊളി ഒരു പേപ്പർ തന്നെ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നല്ല ഡീറ്റെയിൽഡ് കളേർഡ് ആയ നല്ല ടെക്സ്റ്റ് ബുക്കാണ് അവൈലബിൾ ആയി കിടക്കുന്നത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും മക്കൾ ഈ ഏരിയയാണ് പഠിച്ചിരിക്കേണ്ടത്. അതായത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ഒരുപക്ഷെ സ്കൂളിൽ തുടങ്ങിയ കുട്ടികൾക്ക് അറിയാം. ആ കീ പോയിന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് ഇങ്ങനെയാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് CS അല്ലെ? കഴിഞ്ഞ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാണ്. ഫീച്ചേഴ്സ് ഓഫ് CS ഉണ്ട്, കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ എന്താണ്, ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്, ടൈപ്സ് ഓഫ് കോഡ്, സീക്വൻസ് കോഡ്, അതുപോലെ തന്നെ എല്ലാ കോഡുകളും വരുന്നില്ലേ? നമുക്ക് 3 കോഡുകളുണ്ട്, ആ കോഡുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് കോഡുകളൊക്കെ വരുന്നുണ്ട്. ആ കോഡുകൾ എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എക്സാമിന് ചോദിക്കാറുണ്ട് ലാസ്റ്റ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓവർവ്യൂ ഒരു തിയറി, കംപ്ലീറ്റ് തിയറി തന്നെയാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് സിന്റാക്സോ കാര്യങ്ങളോ പഠിക്കാനില്ല. അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഈ ഓരോ പോയിന്റുകളും മക്കള് ക്ലിയർ ചെയ്ത് വെക്കണം. പക്കാ തിയറിയാണ്. ആ തിയറി കണ്ടന്റ് അറിഞ്ഞുകൊണ്ടാണ് മക്കൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഏരിയ കൃത്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിന് ഇപ്പോഴേ ഓഗസ്റ്റ് മന്ത് ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്ത് വെക്കണം. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, കോമ്പണൻസ് എന്തൊക്കെയാണ്, ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഇപ്പോഴേ പഠിച്ചോളാം മക്കൾ. അത് കൃത്യമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടാതെ കുട്ടികൾ തീർച്ചയായും നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇത് പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടറൈസിനെ കൂടെ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ചാനൽ സൈലം ചാനൽ വന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 നമുക്ക് കൃത്യമായിട്ട് കളർന്ന് മാറിയിട്ടുണ്ട്. ചാപ്റ്റർ 2 സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് സിന്റാക്സ് ആണ്. നമ്മൾ എക്സൽ ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ഉബുണ്ടുവിലാണെങ്കിൽ ലിബർ ഓഫീസ് കാൽക്ക് വെച്ചാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് സ്പ്രെഡ്ഷീറ്റിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റാണ് പഠിക്കുന്നത്. ആ സ്പ്രെഡ്ഷീറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന പബ്ലിക് എക്സാമിനേഷൻ ആയാലും ഓണം എക്സാമിനേഷൻ ആയാലും ഏറ്റവും കൂടുതൽ മാർക്കിന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് പഠിക്കാണ്ട്, കുറച്ച് ബൈഹാർട്ടൊക്കെ പഠിക്കാണ്ട്, ചില സിന്റാക്സുകളൊക്കെ, ചില ഫോർമുലാസ് ബൈഹാർട്ട് പഠിക്കാണ്ട്, ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാണ്ട്, പ്രാക്ടിക്കലി നമുക്ക് പ്രാക്ടിക്കൽ സൈഡിൽ യൂസ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ കൂടി. അടുത്ത ചാപ്റ്ററിൽ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റാണ് വരുന്നത്. അക്കൗണ്ടൻസിക്കകത്ത് എങ്ങനെയാണ് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാതെ നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ പോകാൻ പറ്റില്ല. കാരണം സ്പ്രെഡ്ഷീറ്റിനെ കുറിച്ച് അറിയണം, അതിന്റെ ഫോർമുലാസ് അറിയണം, സിന്റാക്സുകൾ അറിയണം. ഇതറിയണം കൃത്യമായിട്ട്. അത് ചില കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അടിപൊളിയായിട്ട് ഈ ചാപ്റ്ററിനെ കവർ ചെയ്യണം. കൂടുതൽ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിന്റെ അകത്ത്. ഇതാണ് ഇതിന്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങൾ പഠിക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ. നിങ്ങൾ വായിക്കണം, നിങ്ങൾ റെഫർ ചെയ്യണം, എന്നിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. തീർച്ചയായും നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സുകളിൽ കമ്പ്യൂട്ടറൈസേഷൻ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഓൾറെഡി നമ്മളെ ബാച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസേഷന്റെ 2ാം ചാപ്റ്റർ നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം. അതിലാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. അതായത് നമുക്കിവിടെ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്താണ്, നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കോമ്പണൻസ് ആണ് സ്പ്രെഡ്ഷീറ്റിന്റെ അകത്തുള്ളത്, അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻസ് വെരി ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് വർക്ക്ഷീറ്റ്, ഡാറ്റ ഉണ്ട്, കോമ്പണൻസ് ഓഫ് ഫോർമുല, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ്, എക്സാമിന്റെ
ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫംഗ്ഷൻസിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഡാറ്റ ഉണ്ട്, ടെസ്റ്റ് മാനേജ്മെന്റ്, സെൽ ഫോർമാറ്റിംഗ് ഉണ്ട്, ഔട്ട്പുട്ട് റിപ്പോർട്ട്സ്, കോമൺ എറേഴ്സ്, കോഡ്. എറേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചാണ്, 2024-25 ചോദിച്ചാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഏരിയ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, 20 മാർക്കിന് മാത്രമേ. അങ്ങനെയല്ല നമ്മൾ കണക്കാക്കേണ്ടത്. പബ്ലിക് എക്സാമിനേഷൻ നമ്മളെ വെയിറ്റേജ് 60 ആണ്. കാരണം when you are writing a practical examination, that also a public examination. നിങ്ങളൊരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പബ്ലിക് എക്സാം തന്നെയാണ്. നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതിക്കൊണ്ട് നിങ്ങൾ എഴുതുന്ന എക്സാം ആണ്. അപ്പൊ ആ പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, സെയിം ആണ്. അതുകൊണ്ട് 60 മാർക്ക് വെയിറ്റേജ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഓപ്ഷൻ വെച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് ഈ ഏരിയ മറക്കാതെ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് അവസാന കാലത്തേക്ക് വെക്കുക. നമുക്ക് ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവസാന കാലത്തേക്ക് വെക്കാതെ ഓരോ സമയത്ത് പഠിക്കേണ്ടത് ഓരോ സമയത്ത് പഠിച്ചുകൊണ്ട് ഓഗസ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും ആദ്യത്തെ 2 ചാപ്റ്റർ ക്ലിയർ ചെയ്ത് മക്കളെ വെക്കണം. അതിന്റെ എല്ലാ സപ്പോർട്ടുകളും സൈലത്തിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ വരാൻ പോകുന്നുണ്ട്. അടിപൊളിയായിരിക്കുക. സോ സെറ്റ് ആയിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.